നമസ്കാരം. ഒരു 3-4 ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ അത്യാവശ്യം കത്തി നിന്നിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഫാമിലി ഇഷ്യൂ. അവർ അത്യാവശ്യം കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആൾക്കാരൊക്കെ തന്നെ ശ്രദ്ധിക്കും, എന്താണ് കാര്യമെന്ന് ചോദിക്കും. അപ്പോൾ അവർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി, ഫാമിലി ഇഷ്യൂ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായി എന്ന് പറഞ്ഞ് അവർ തന്നെ എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് രംഗത്ത് വന്നു. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറയുന്നത് പ്രവീണിന്റെ അൺമാസ്കിംഗ് എന്ന് പറയുന്ന വീഡിയോ ആണ്. അതിനകത്ത് പ്രവീൺ കൃത്യമായിട്ട് പ്രൂഫ് സഹിതമാണ് നിരത്തിയേക്കുന്നത്. അച്ഛനും അനിയനും ചേർന്ന് തന്നെ അടിച്ചു, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ യൂട്യൂബിൽ കാണാൻ വേണ്ടി സാധിക്കത്തില്ല, അത് റിമൂവ് ചെയ്തേക്കാണ്. ഉടായിപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് റിമൂവ് ചെയ്യാനുണ്ടായ കാരണം എന്താണ് എന്ന് പ്രവീൺ തന്നെ പ്രവീണിന്റെ ഇൻസ്റ്റഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് സ്റ്റോറി ആയിട്ട്. ഇതാണ് ആ ഒരു സ്റ്റോറി. അതുകൂടാതെ തന്നെ പ്രണവ് കൊച്ചുവിന്റെ പുതിയ ചാനലിൽ അവരിട്ടിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ സ്റ്റോറിയിൽ പ്രവീൺ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് അവരുടെ ഫാമിലി ഇഷ്യൂ വളച്ചൊടിച്ചു, അതിനെ എടുത്തിട്ട് റിയാക്ട് ചെയ്തു വ്യൂസിന് വേണ്ടിയിട്ട്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കരുണയും ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഒരു കരുണയും ഉണ്ടാകുന്നില്ല, അതുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത്. ഇപ്പൊ ഫാമിലി ഇഷ്യൂ ഭയങ്കരമായിട്ട് വൈറലായി, ഭയങ്കരമായിട്ട് അത് വഷളായി എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തില് ഇവിടെ ശരിക്കും പ്രശ്നമുണ്ടാക്കിയത് ആരാണ്? ഇവര് തന്നെയല്ലേ. ഈ അൺമാസ്കിംഗ് എന്ന് പറയുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പ്രവീൺ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ വീട്ടിൽ നടന്നത് ഡൊമസ്റ്റിക് വയലൻസ് ആണ്. ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ടേം നിസ്സാരമായിട്ടുള്ളൊരു ടേമല്ല. അത് വന്നതോട് കൂടിയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത്. കാരണം ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ളൊരു ഒഫൻസ് ആണ്. പൂർണ്ണ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയെ അടിച്ച് പുറത്താക്കി എന്ന് പറയുമ്പോൾ അത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ സ്വന്തം ഫാമിലിക്കെതിരെ അതുപോലെ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് ആരാണ്? പ്രവീൺ തന്നെയാണ്. എൻ്റെ ഫാമിലിയിൽ ഡൊമസ്റ്റിക് വയലൻസ് നടന്നു, എന്നെ എൻ്റെ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഭാര്യയെ ഇറക്കി വിട്ടു, അടിച്ചിറക്കി വിട്ടു, അടിച്ചതിന്റെ പ്രൂഫും അവരുടെ ശരീരത്തിൽ മുറിഞ്ഞതിന്റെ പ്രൂഫും ഒക്കെ കാണിക്കുന്നു. അത് വലിയൊരു വിഷയമാണ് പ്രവീൺ. അത് പ്രവീൺ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ സ്വന്തം ഫാമിലി ഇഷ്യൂ ആൾക്കാരുടെ മുമ്പിൽ കൊണ്ട് പ്രദർശിപ്പിച്ചത് ഇവർ തന്നെയാണ്. അങ്ങനെ ഫാമിലി ഇഷ്യൂ പ്രദർശിപ്പിക്കുമ്പോൾ എല്ലാ ആൾക്കാരും അത് എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യും. ആൾക്കാർ കമന്റ് ഇടും, സൈബർ ബുള്ളിങ് നടത്തും. സ്വന്തം ഫാമിലി മൂത്ത മകനെയും ഭാര്യയും അടിച്ചിറക്കി വിട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ എന്ത് ചെയ്യും? ആ അച്ഛനെയും അമ്മയെയും അനിയനെയും വഴക്കുണ്ടാക്കാൻ വേണ്ടി പോകും. അവരെ വഴക്ക് പറയും, ചീത്ത വിളിക്കും, അവരാണ് കുറ്റക്കാരെന്ന രീതിയിൽ ചിത്രീകരിക്കും. ചെറിയൊരു വിഷയമായിരിക്കും, എനിക്കറിയില്ല അവർ തമ്മിൽ എത്ര സീരിയസ് ആയിട്ടുള്ള വിഷയമാണെന്ന് നമുക്കറിയില്ല. അനിയന്മാർ തമ്മിലുള്ള വിഷയമായിരിക്കാം, ചേട്ടനും അനിയനും തമ്മിലുള്ള വിഷയമായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനും മകനും തമ്മിലുള്ള വിഷയമായിരിക്കാം. അപ്പം അവരുടെ ഫാമിലിയിലെ ആ ഒരു യൂട്യൂബ് ചാനലിൽ ഇത്രയും നാളും ഫാമിലി മെമ്പേഴ്സിനെ കാണാതിരുന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു. അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ തന്നു. ചെറിയൊരു ഫാമിലി ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞ എക്സ്പ്ലനേഷൻ അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് തലങ്ങും വിലങ്ങും വീഡിയോ ഇട്ട് നിങ്ങളുടെ വിഷയത്തെ തന്നെ വഷളാക്കിയത് നിങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെയുള്ള ഫാമിലി ഇഷ്യൂ ഒക്കെ തന്നെ ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ അത് വഷളാകും. നിങ്ങൾക്ക് വ്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂ തന്നെ എടുത്തിട്ട് വീഡിയോ ഇട്ടു. 4 മില്യനോ 5 മില്യനോ ഒക്കെയാണ് ആ വീഡിയോസിന്റെ വ്യൂസ്. അപ്പൊ യഥാർത്ഥത്തിൽ തെറ്റുകാർ നിങ്ങളാണ്, വേറെ ആരുമല്ല. ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ള യൂട്യൂബ് ചാനലുകാർ അതെടുത്തിട്ട് റിയാക്ട് ചെയ്യും. അതിനകത്ത് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ വന്ന് നിങ്ങളെ തെറി വിളിക്കുന്നവരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ ഇത്രയും നാളും കണ്ടത് എന്താണ്? നിങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് കണ്ടത്. ഇപ്പൊ അതൊക്കെ ഫോൾസ് ആയിരുന്നു, നിങ്ങൾ തമ്മിൽ യാതൊരു രീതിയിലുള്ള ഹാപ്പിനെസ്സും ഇല്ല, നിങ്ങൾ തമ്മിൽ ഒരു സ്നേഹവും ഇല്ല എന്ന് ആ വ്യൂവേഴ്സ് അറിയുമ്പോൾ വ്യൂവേഴ്സ് വിചാരിക്കുന്നത് എന്താണ്? അവർ പറ്റിക്കപ്പെട്ടു. അപ്പൊ ഞങ്ങളെ ഇത്രയും നാളും പറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്തത്, ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ കാശല്ലേ എന്നേ വ്യൂവേഴ്സ് കരുതത്തുള്ളൂ. കുറച്ചുനാൾ നിങ്ങളുടെ ഫാമിലിയെ വീഡിയോയിൽ കൊണ്ടുവരാതിരുന്നിട്ട് നിങ്ങൾ തന്നെ പരസ്പരം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് പിന്നെ വീഡിയോയിൽ വരണമായിരുന്നു. എന്നിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു, ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പൊ എല്ലാം സോൾവ് ചെയ്തു, അപ്പൊ എല്ലാവരും കൂടെ വീഡിയോയിൽ വരുന്നു എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതിയായിരുന്നു. അതായിരുന്നു ശരിയായിട്ടുള്ളൊരു നടപടി. അപ്പൊ ഇതിൽ നിന്ന് പല ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിടാതെ ഇരിക്കുക. നമ്മുടെ ഫാമിലിയാണ്, എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ടാകും, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാകും. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഒരു സിബ്ലിങ്സും ഇല്ല. തമ്മിൽ വഴക്കുണ്ടാകാതെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വഴക്കുണ്ടാക്കാത്ത ഒരു സിബ്ലിങ്സും ഈ ലോകത്തില്ല. പക്ഷെ അത് പ്രേക്ഷകർ മനസ്സിലാക്കണമെന്നില്ല. ഇത്രയും നാളും അവരുടെ ഹാപ്പിനെസ്സും അവരുടെ സന്തോഷവും കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ വിചാരിക്കുന്നത് എന്താണ്? ഞങ്ങളെ ഇത്രയും നാളും പറ്റിച്ചതാണ്. അപ്പൊ അവർ ഉറപ്പായിട്ട് സൈബർ ബുള്ളിങ് ചെയ്യും, ഉറപ്പായിട്ടും അതുണ്ടാകും.
അപ്പോൾ പ്രശ്നം വഷളാക്കിയത് ഇവർ തന്നെയാണ്. ഇപ്പൊ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തുന്നു.